പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. നമ്മുടെ ആസ്തി എന്ന് പറയണത് നമ്മുടെ ഉടമ്പടി അനുഭവങ്ങൾ തന്നെയാണ്. ദാറ്റ് മീൻസ് ഉടമ്പടി കൈകാര്യം ചെയ്യപ്പെടാത്ത യാതൊരു പ്രശ്നവും മനുഷ്യന് നിലനിൽക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ നിശ്ചിതമായി ഉടമ്പടിയെ ജാഗ്രതയോടെ, ദൈവസ്നേഹത്തോടെ, ദൈവ മനസ്സ് ഇങ്ങനെ പൂ പോലെ വിരിയുന്നത് കണ്ടിട്ട് നിങ്ങളെങ്ങനെ അത്യാഹ്ലാദത്തോടെ വേണം സാക്ഷ്യങ്ങളിൽ സന്തോഷിക്കാൻ. സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഭാവപകർച്ചകളാണ്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യാശ വരും. എന്താണ്? കാലവിളംബമില്ലാതെ തന്നെ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടും. എപ്പോഴും വരുന്ന ഒരു വിഷയം മീൻസ് ഒരു ധ്യാന വിഷയമെന്ന് പറയണത് ഈ കാലവിളംബം. ഇപ്പോൾ ഇന്ന് സുവിശേഷത്തിൽ അങ്ങനെ വായിച്ചിട്ടുണ്ട്. അതായത് കാലവിളംബം പ്രഖ്യാപിതമായി ദൈവത്തിൻ്റെ നയപരിപാടിയല്ല. പിന്നെ ആരാണ് കാലവിളംബം ഉണ്ടാക്കുന്നത്? ഇറ്റ് ഇസ് വി അവർ സെൽഫ്സ്. നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഉടമ്പടിക്ക് ഒരു കാലവിളംബം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് അവർ പ്രോഡക്റ്റ്, നമ്മുടെ സൃഷ്ടിയാണത്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ഈ ഉടമ്പടി ധ്യാനത്തിൽ അന്വേഷിക്കേണ്ടത്. എങ്ങനെ ടൈം ഷോർട്ട് ചെയ്യാൻ പറ്റും? ടൈം ഷോർട്ടനിങ് എന്നുള്ളത് ദൈവത്തിൻ്റെ പോളിസിയുടെ ഭാഗമാണ്. പ്രഖ്യാപിതമായ ഒരു നയപരിപാടിയുണ്ട് ഉടമ്പടിക്ക്. അതിൻ്റെ അകത്ത് ഒന്നാണ് റിസൾട്ടാണ് ടൈം ഷോർട്ടനിങ്. അത് സമയച്ചുരുക്കം. പക്ഷേ സമയച്ചുരുക്കം ചില ആൾക്കാർക്ക് സംഭവിക്കണില്ല എങ്കിൽ ബൈബിൾ പറയും ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, നിങ്ങളുടെ ഒരു വിഷയമാണതെന്ന് പറയും. അപ്പം നിങ്ങളുടെ എന്ത് വിഷയമാണ്? ഇപ്പം നമ്മൾ 2 പത്രോസിൻ്റെ 3:8 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 2 പത്രോസ് 3:8-9 തിരുവചനങ്ങൾ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ പറഞ്ഞേ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പൊ കാലവിളംബം ഒന്നൊരു വായിച്ചേ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. വാഗ്ദാനം പാലിക്കുന്നതിൽ ഒരു ഹെവൻലി കർത്താവിൻ്റെ ഒരു സ്റ്റാൻഡിങ് പോളിസി എന്ന രീതിയിൽ ഒരിക്കലും താമസം വരുത്തത്തില്ല. എന്തിനു വരുത്തണം? നിങ്ങളുടെ കണ്ണീരിൻ്റെ കാര്യങ്ങൾക്ക് ദൈവം താമസം വരുത്തുമ്പോൾ ദൈവം ഒരു സാഡിസ്റ്റായിട്ട് വരത്തില്ലേ? ദൈവം സാഡിസ്റ്റല്ലല്ലോ. ദൈവം സാഡിസ്റ്റ് എന്നല്ലെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ജീവൻ പോലെ, നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ ഒരു ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകപ്പെടുകയില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അപ്പോൾ അത് ദാനമാണ്, അത് മെരിറ്റല്ല. ശരിക്കും പറഞ്ഞാൽ
അത് ഗ്രേസാണ്. ദൈവത്തിൻ്റെ പുത്രൻ്റെ കൂടെ പുത്രനെ പോലും ഒഴിവാക്കാതെ, അപ്പോൾ റോമ 8:32 മഹാവചനമാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി, അപ്പോൾ നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, ക്ലിയർ അല്ലേ അത്? നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിനെ ദൈവം നൽകിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് എല്ലാവർക്കും വേണ്ടി. കൈയടിച്ച് കർത്താവിന്റെ ഈശോയെ മുഴുവനായി ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സന്തോഷത്തിന് ഒരിക്കൽ കൂടി പാടുക. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തും നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ധ്യാനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പാട്ടുകൾ കേൾക്കും, നമ്മൾ പ്രാർത്ഥന പാടും, വചനം പ്രഖ്യാപിക്കും. ഇതെപ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനെ അതിശക്തമായി അഭിഷേകം നൽകാനുള്ള ഓരോ ജനലും വാതിലുമൊക്കെ നമ്മൾ തുറന്നിടുകയാണ്. അപ്പോഴും നിങ്ങൾ അതിലാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ല ചൂടാണല്ല ശോ അത് പതിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരിക്കുകയാണ്. ഏത് സമയത്തും അഭിഷേകം സംഭവിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ഈ സമയത്തൊക്കെ അച്ഛനിലൂടെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചൊരിക്കണം, കർത്താവേ ദൈവസ്നേഹത്താൽ നിറക്കണമേ, കർത്താവേ വിശ്വാസത്താൽ നിറക്കണമേ, കർത്താവേ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തണമേ, കർത്താവേ. അങ്ങനെ തീഷ്ണതയോടെ ഉത്സാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ ദൈവസ്നേഹത്താൽ നിറക്കണമേ, കർത്താവേ. കർത്താവ് വിശ്വാസത്തെ നിറക്കണമേ, കർത്താവേ. വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തണമേ, കർത്താവേ. എന്നെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ, കർത്താവേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഞങ്ങളിൽ ദൈവിക പുണ്യങ്ങൾ ആരാധനയുടെ യോഗ്യതയാൽ വർദ്ധമാനമാക്കുവാൻ കൃപയാകണമേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തും നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ദൈവത്തിന് തോന്നണം. നമ്മുടെ ആരാധനയൊക്കെ കാണുമ്പോൾ ഇതൊരു മെക്കാനിക്കല്ല, ഇതൊരു അനോയിൻറ്റിങ് ആണെന്ന് തോന്നണം. രണ്ട് ഫോർമാറ്റിൽ നമുക്ക് ആരാധിക്കാം. മെക്കാനിക്കലായിട്ട് ആരാധിക്കാം. എന്ന് ഞാൻ നിങ്ങൾ പറയുന്നു, ഞാൻ തത്തമ്മയെന്ന് പറയുന്നു, നിങ്ങൾ പൂച്ച എന്ന് പറയുന്നു, അങ്ങനെ പറയാൻ നമുക്ക്. അത് മെക്കാനിക്കലാണ്. മറിച്ച് നിങ്ങളുടെ ഈ ആന്തരികമായ ഒരു ത്രൈവ്, ആന്തരികമായ ഒരു ചോദനയിൽ നിങ്ങൾ സ്വയം പ്രേരിതരായി ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനെന്നുള്ള ബോധ്യത്തോടു കൂടി എൻ്റെ എല്ലാ കഷ്ടനഷ്ടങ്ങളെയും കർത്താവിൻ്റെ കഷ്ടനഷ്ടങ്ങളോടും കുരിശോടും ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിൽ ഭാഗഭാക്കാകാൻ വേണ്ടി കർത്താവിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആന്തരിക ബോധ്യത്തോടെ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ പ്രത്യേകമായി പേര് ചൊല്ലി വിളിച്ചതിന്, തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ ഒരുമിച്ച് ഇത്ര നല്ല ദൈവത്തോടെ, ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തും
ഈ സ്തുതിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ മോര് കടയത്തില്ലേ, ഈ സ്തുതിപ്പും പ്രാർത്ഥനയൊക്കെ ഒരു കടച്ച പോലെയാണ്. കടച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെണ്ണ ഇങ്ങനെ പൊന്തി വരും അല്ലേ? അതുപോലെ സ്തുതിപ്പിൻ്റെ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വന്തമായിട്ടാണ് സ്തുതിക്കണത് എങ്കിൽ, ആദ്യമൊക്കെ ചില സമയത്ത് നമ്മളുടേതായിട്ടുള്ള ഒരു ഇനിഷ്യേഷൻ, മുൻകൈയൊക്കെ ഉണ്ടാകും. പിന്നീട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു അഭിരുചി, ഒരു അഭിനിവേശം ആന്തരികമായി നമുക്ക് തോന്നും. ദൈവസ്നേഹം നിറഞ്ഞു കാണും അപ്പോഴേ. അതാണ് ഈ സ്തുതിപ്പിൻ്റെ അകത്ത് വെണ്ണായിട്ട് പൊന്തണത്. എന്താണ്? ദൈവസ്നേഹമാണ്. സ്തുതിപ്പിൽ ദൈവസ്നേഹത്തോടെയാണ് നീ സ്തുതിക്കണത്, ദൈവസ്നേഹത്തോടെയാണ് നീ പ്രാർത്ഥിക്കണത്, ദൈവസ്നേഹത്തോടെയാണ് നീ വിശ്വസിക്കണത് എന്ന് നിനക്ക് തോന്നുന്ന സമയത്ത് ഈ അഭിഷേകം ഉണ്ടാകും. അഭിഷേകം ഉണ്ടായിട്ട് എന്താണെന്നറിയാമോ? ആന്തരിക ബോധ്യമാണ്. ആന്തരിക ബോധ്യം എന്താണ്? എന്തെല്ലാം ക്ലേശങ്ങളിലൂടെയാണ് നീ പോണതെങ്കിലും നിൻ്റെ ഉള്ളിൽ, നിൻ്റെ മനസ്സിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ ഈ വിഷയം ഞാൻ അതിജീവിക്കാം, ഈ വിഷയത്തിന് കർത്താവിന് തീരുമാനമുണ്ട്, ഈ വിഷയത്തിൽ എൻ്റെ കർത്താവ് എന്നെ ജയിപ്പിക്കും, ഈ വിഷയത്തിൽ ഞാൻ വീണു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല എന്നുള്ള ആന്തരികമായി. അതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടില്ലേ, ഐസയ്യ 43:18 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശയ്യ 43:18. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പറഞ്ഞേ, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? എന്ന് പറഞ്ഞ അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന നന്മകളെ കുറിച്ച് നമുക്കൊരു മുന്നറിവ് കിട്ടുമെന്നാണ് പറയണത്. ഇതാണ് ദൈവാനുഭവത്തിൻ്റെ ഒരു പണി. അത് നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ടൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. എന്നെ എലിസബത്ത് ബെന്നി, കൊട്ടുവള്ളി, എറണാകുളം സൈഡാണെന്ന് തോന്നുന്നു, കൊട്ടുവള്ളി, വടക്കം പറവൂർ. ഇപ്പോൾ എലിസബത്ത് ബെന്നി കൊട്ടുവള്ളി, അതെനിക്കിഷ്ടപ്പെട്ടൊരു സാക്ഷ്യമാണ്. അവരുടെ സാക്ഷ്യം എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം എന്നറിയാമോ? അവരുടെ ഉപജീവന മാർഗമെന്ന് പറയുന്നത് പപ്പടം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നിങ്ങൾക്കറിയാമല്ല, ഒരു പപ്പടം ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. കുറേ ആ വട്ടത്തിലുള്ള പപ്പടം ആക്കിയെടുക്കണതിന് ഒരു പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന പൈസയേക്കാളും നമ്മളൊരു 50 ഇരട്ടി അധ്വാനം അതിനകത്ത് കൊടുക്കണം. അത് ഏറ്റവും ഒരു സങ്കടം പിടിച്ചൊരു ജോലിയാണിത്. മറ്റ് നമ്മൾ വേറെ കൂടെയൊക്കെ ഒട്ടിക്കണ കുഞ്ഞുപണിയൊക്കെ ഉണ്ടല്ലോ, അത്തരം കുഞ്ഞുപണികൾ എളുപ്പമല്ല ഇത് നല്ല പാടുള്ള പണിയാണ്. ഇത് ഒട്ടിക്കണ ജോലിയാണ് അവർക്ക്, അവരുടെ ജീവിതമാർഗമാണത്, പപ്പടം ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ ഭർത്താവിന് ജോലിയുണ്ട്, അത് ഈ നാട്ടിലുള്ള ജോലിയാണ് ഉള്ളത്. പക്ഷെ ഒരു പ്രാവശ്യം കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് മൂത്രത്തിൽ കിഡ്നിയിൽ കല്ല് വന്നപ്പോൾ ഭയങ്കര വേദന വന്ന് അവർ ഡോക്ടറിനെ കൊണ്ട് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കിഡ്നി മാക്സിമം പോയിരിക്കുകയാണ്, അതിൻ്റെ അകത്ത് നിറച്ച് കല്ലാണ്, അപ്പോൾ അതെടുത്ത് കളയണം മൊത്തം, പിന്നെ ഒരു കിഡ്നിയേ ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ അകത്തൊരു കല്ല് വന്ന് ഇപ്പോൾ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കിഡ്നി എടുത്ത് കളഞ്ഞു. നോക്കിയേ, ഒരു കുടുംബത്തിൽ വരുമാനം ഉണ്ടാകുന്നത് ആളിന് അതിൻ്റെ കിഡ്നി പറഞ്ഞ് എടുത്ത് കളഞ്ഞു. ഇനി എന്താ പ്രശ്നം? ഇനി ഡയറ്റാണ്, പണ്ടാര ഡയറ്റായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കല്ല് കൂടെ ഒരു കിഡ്നി എടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടർ അടുത്ത കിഡ്നിയിൽ നിന്ന് ആ കല്ല് മാത്രം എടുത്ത് എന്തോ കീഹോൾ ചെയ്ത് അതും കളഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇനിയുള്ള സമയമൊക്കെ വളരെ സൂക്ഷിക്കണം, ഭക്ഷണം, ഉറക്കം, പ്രഷർ ഉണ്ടാകരുത്, ക്രിയാറ്റിൻ കൂടരുത്, കുറേ നിബന്ധനകളൊക്കെ പറഞ്ഞു. ഈ പപ്പടക്കാരത്തിയോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? ഇരുന്നുരുകി മെഴുകുതിരി പോലെ തീർന്നു പോവുകയുള്ളൂ. ഈ മനുഷ്യരൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു കാര്യം നടന്നില്ലെന്നും പറഞ്ഞ് മോന്തം കയറി നടക്കരുത്. അതാണ് ഇത്തരം മനുഷ്യരൊക്കെ ഈ ഭൂമി ജീവിക്കുന്നുണ്ടേ.
നിങ്ങളിങ്ങനെ എന്ന് വെച്ചാൽ അയ്യോ അത് നടന്നില്ല, വിസ വന്നില്ല, പറമ്പ് വിൽക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാര്യം ആനക്കാര്യമാണെന്ന് കർത്താവിൻ്റെ അടുത്ത് മുമ്പിൽ ഈ പന്നിയുടെ മോന്ത കാണിക്കരുത്. അടി പാർസൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതായത് അപ്പോൾ ഈ ചേച്ചി വന്നിട്ട് ഉടനെ ഉടമ്പടി എടുത്ത്, കാര്യം ഇനി നിലനിൽപ്പിലില്ല. ഉടമ്പടി എടുക്കാൻ കാരണമുണ്ട്, വെറുതെ ഉടമ്പടി എടുത്ത എല്ലാവരെയും. ഈ കിഡ്നി പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു ദിവസം ഈ ഭർത്താവ് വീട്ടിലോട്ട് വരുമ്പോൾ ബെന്നി പറഞ്ഞു എടോ എനിക്കൊരു ശ്വാസം, ഞാൻ അണക്കണല്ലാടോ, എനിക്ക് ശ്വാസം മുട്ടണല്ലാടോ എന്ന് പറഞ്ഞ്. എനിക്കൊന്നിട്ടേ ഒരു കിഡ്നി പോയി, മറ്റേ ഡയറ്റ്, ഇനിയിപ്പോൾ ഇയാളെന്താ പറയണത്, ശ്വാസം മുട്ടുന്ന. അതായത് 2 കുഞ്ഞുങ്ങളെ പോയിട്ടുള്ള തള്ള ഇത് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ പ്രഷർ അടിച്ച് നമ്മൾ വീണു പോകും. അപ്പോൾ ഈ ചേച്ചി പറയും സാരമില്ല, നമുക്ക് നാളെ ആശുപത്രിയിൽ പോകാം. അപ്പോൾ ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ആൻജിയോഗ്രാം ചെയ്യണം, പിന്നെ TMD ഒക്കെ എന്താണ് ഒരു മെഷീനൊക്കെ കയറ്റി ഓടിക്കത്തില്ലേ, TMD അതൊക്കെ ചെയ്ത് പിന്നെ ആദ്യമേ തന്നെ ഇവർ ECG ഒക്കെ എടുത്തു, അപ്പോൾ കുഴപ്പമായിരുന്നു. പിന്നെ TMD എടുത്തു, അപ്പോൾ കുഴപ്പമായി. പിന്നെ അവരെ സ്കാൻ ചെയ്ത് അപ്പോൾ പറഞ്ഞു 4 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. 4 ബ്ലോക്ക്. ഈ മനുഷ്യന്, കിഡ്നി ഇല്ലാത്തൊരു മനുഷ്യന് 4 ബ്ലോക്ക്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? പിന്നെ ഒരു കാർഡിയോളജിസ്റ്റ് അടുത്ത് പോയി. കാർഡിയോളജിസ്റ്റ് പോയപ്പോൾ കാർഡിയോളജിസ്റ്റ് പോകുന്നതിന് മുമ്പ് ഈ ചേട്ടത്തി വന്ന് ഉടമ്പടി ചെയ്യും. ആ ഉടമ്പടി ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടില്ലേ നിങ്ങൾ? 4 ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്ന സമയത്താണ് ഈ അനുദിന ജീവിതത്തിൽ പപ്പടം വിറ്റ് ഭർത്താവിനിപ്പോൾ ജോലി ചെയ്യാൻ പറ്റണില്ല, പപ്പടം വിറ്റ് മാത്രം പപ്പടം ഉണ്ടാക്കി വിറ്റിട്ട് പിന്നെ ബാക്കിയുള്ള സമയത്ത് ആശുപത്രി കൊണ്ടുപോകും, ഡോക്ടറിനൊക്കെ കാണിക്കും, ഇങ്ങനെ ജീവിക്കുകയാണ്. ഇതിന് ഉടമ്പടി ചെയ്തപ്പോൾ ഇവർക്ക് ഒരു ഉറപ്പായി. ഉടമ്പടി ചെയ്ത് മാതാവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ടപ്പോൾ തന്നെ ഞാനീ പറഞ്ഞ പോലെ സംഭവം നടന്ന് എന്താണ്, ഈ വിഷയം അമ്മ ഏറ്റെടുക്കുവന്ന് അമ്മ ഒരു നോട്ട് കൊടുത്തു അവൾക്ക്. അപ്പോൾ ഒരു ധൈര്യം കിട്ടി. കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരൊക്കെ അപൂർവമാണ്, അവർക്ക് സഹായിക്കാൻ പറ്റിയ കണ്ടീഷൻസ് അല്ല. ഈ കിഡ്നി എടുത്തപ്പോൾ തന്നെ 3 ലക്ഷം രൂപ പോയി. അതിൻ്റെ കടം ഇപ്പോഴും തീർന്നിട്ടില്ല. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഹാർട്ടും പോയിരിക്കണത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഉടമ്പടി എടുത്തിരിക്കണത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് അമ്മ ഒരു തോണ്ടിയിട്ടുണ്ട് എവിടെയോ ഉള്ളിൽ. അതോടുകൂടി ഇവർക്ക് മനസ്സിലായി അമ്മ ഇത് എവിടെയെങ്കിലും കൊണ്ടേ കെട്ടുമെന്ന് മനസ്സിലായി. അത് ആന്തരികമായ ബോധ്യമുണ്ട്. അതാണ് ഈ വചനം പറയണത്. എന്താണ്? ഒരു പുതിയ കാര്യം പറഞ്ഞ വാച്ചോളൂ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പൊ നമ്മൾക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളൊരു നിലനിൽപ്പിന് ഇപ്പം നിങ്ങൾ എന്ത് വിഷയമായാലും ഉടമ്പടിയിൽ വരുന്ന വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. ഇത് പകുതി മുക്കാലും നോട്ട് ബൈ മെറിറ്റിലേ വരത്തുള്ളൂ. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ യോഗ്യതയിലും അത് കോമൺ സെൻസിലും റീസണബിളായിട്ട് ഒന്നും വരത്തില്ല. റീസണബിളായിട്ട് നടക്കാത്ത ചില കാര്യങ്ങളാണ് ഉടമ്പടിയിൽ വരണത്. ഇപ്പം തന്നെ ഇന്നലത്തെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ മാൾട്ടായുടെ ഉടമ്പടിയാണ്, മാൾട്ടായുടെ വിസയാണ്. പക്ഷെ പൈസയൊക്കെ കൊടുത്തു, പിന്നെ പൈസ തിരിച്ച് വാങ്ങിച്ച്. പൈസ കൊടുത്തപ്പോൾ പിന്നെ അത് മനസ്സിലായി തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് പറഞ്ഞ് ഇവർക്ക് ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് തല കയറ്റി പ്രാന്ത് പിടിപ്പിച്ച് അവസാനം പൈസ എങ്കിലും തല ഊരിയെടുക്കാൻ വേണ്ടി പിടിച്ച് മേടിച്ചവർ ഏജൻറ്റിക്ക് പിടിച്ച് മേടിച്ച് ഏജൻറ്റ് പൈസ തിരിച്ച് കൊടുക്കുകയും ചെയ്ത്. പക്ഷേ ഉടമ്പടി കിടപ്പുണ്ടായിരുന്നു. ഈ ചിലർക്ക് പറയുന്ന ഒരു അബദ്ധം എന്തറിയാമോ? ഉടമ്പടി ഇടുകയും ചെയ്യും, നാട്ടുകാർ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യും. അവിടെയാണ് ഈ കുഴപ്പം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലല്ല. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയത്തിന് ദൈവദത്തമായൊരു മറുപടി കിട്ടുന്നവരെ മനുഷ്യന്മാരുടെ മറുപടികൾ തേടിയെടുത്താൽ നിങ്ങൾ ഉടമ്പടി സെൽഫ് ബ്രേക്ക് ആകും. ഉടനെ തന്നെ സെൽഫ് ഗോൾ അടിക്കത്തില്ലേ? ചില ആൾക്കാർ അവിടെ പോസ്റ്റ് തന്നെ ഗോൾ അടിക്കത്തില്ലേ? എന്നിട്ട് ശത്രുക്കൾക്ക് പോയിൻ്റ് കൊടുക്കത്തില്ലേ? അതുപോലെ നിങ്ങൾ ഉടമ്പടി ഇരിക്കുമ്പോൾ വഴിയെ പോണവരൊക്കെ പറയണതൊക്കെ കേട്ട് നിങ്ങൾ മനസ്സ് ചാഞ്ചല്യത്തോടു കൂടി ഏതെങ്കിലും പെരുമാറിയാൽ ഉടമ്പടി ബ്രേക്കാകും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മൾ വിശ്വസ്തതക്കുറവ് കാണിച്ചാലും ദൈവത്തിൻ്റെ ഈ സ്വഭാവത്തിൽ വിശ്വസ്തതക്കുറവില്ല. അതാണ് നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി ശ്രുതിക്കട്ടെ. 2 തിമോത്തി 2:13.
2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും പറഞ്ഞ്, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അവൻ വിശ്വസ്തനായിരിക്കും. ഒന്നിനി പറഞ്ഞേ, നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ അവൻ വിശ്വസ്തനായിരിക്കും. വിശ്വസ്തനായിരിക്കും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. യേശുവേ ആരാധന.